ഇപ്പോൾ 40% വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ലോട്ടറിയുടെ വില കൂടണം. പക്ഷേ ഈ ധനകാര്യമന്ത്രി തൽക്കാലം ലോട്ടറിയുടെ ഫേസ് പ്രൈസ് കൂട്ടുന്നില്ല എന്നുള്ളൊരു ഇതാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഇതിനിടയ്ക്ക് ആരെങ്കിലും ഇത് സഫർ ചെയ്യേണ്ടി വരും. കാരണം GST റേറ്റ് കൂടി അൾട്ടിമേറ്റ് MRP കൂടുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ആർക്കോ നഷ്ടം സംഭവിച്ചാലാണ്. ഒന്നുകിൽ ഗവൺമെന്റ് ആ അധിക നികുതി ബാധ്യത ഏറ്റെടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ MRP കൂട്ടാത്തിടത്തോളം കാലം ആ നഷ്ടം പ്രൈസ് കൊടുക്കുന്നതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പ്രൈസ് സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു സ്ട്രക്ചറിൽ നമ്പർ കുറച്ചാൽ കുറച്ച് സേവിങ്സ് കിട്ടും. കാരണം ഗവൺമെന്റിന്റെ കളക്ഷനിൽ നിന്ന് ആളുകൾക്ക് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് കുറയ്ക്കുന്നു, ഈ നഷ്ടം അവിടെ നികത്തുന്നു. അതൊരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഏജന്റുമാരുടെ കമ്മീഷൻ പ്രൈസ് കുറയ്ക്കാന്ന് പറയുമ്പോഴത്തേക്കും ഈ ലോട്ടറി എടുക്കുന്നവർ സഹിക്കുന്നു. കമ്മീഷൻ പെർസെൻറ്റേജ് കുറച്ച് കുറയ്ക്കാന്ന് പറയുമ്പോഴത്തേക്കും ഈ അവരുടെ മാർജിൻ കുറയ്ക്കാന്ന് പറയുമ്പോഴത്തേക്കും ഈ ലോട്ടറിയുടെ ഇടനിലക്കാർ കുറച്ച് നഷ്ടം സഹിക്കുന്നു, കുറച്ച് ഗവൺമെന്റ് സഹിക്കുന്നു. ആ രീതിയിൽ ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ വില നിലനിർത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ നിലയ്ക്ക് ഈ ലോട്ടറിയുടെ വില കൂട്ടിയാൽ അത് ഈ ലോട്ടറി വ്യവസായത്തിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്.